അതല്ലാതെ കുറേ ഡോക്യുമെന്റ്സ് നിങ്ങൾ ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റിനെയോ വെച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷീറ്റിൽ SOP ഉണ്ടാക്കി വെച്ചുകൊണ്ടൊന്നും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു വർഷം കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ എഫോർട്സ് ഈ ക്വാർട്ടറിലുണ്ട്. കാരണം നമ്മൾ ഇതിന് മുമ്പ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വൺ സെറ്റ് ആണെങ്കിൽ ഇനി നിങ്ങളുടെ എത്ര ടീം മെമ്പേഴ്സ് മാറിപ്പോയാലും ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനാണ് സിസ്റ്റം ആൻഡ് പ്രോസസ് എന്ന് പറയുന്നത്. അതല്ലാതെ കുറേ ഡോക്യുമെന്റ്സ് നിങ്ങൾ ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റിനെയോ വെച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷീറ്റിൽ SOP ഉണ്ടാക്കി വെച്ചുകൊണ്ടൊന്നും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. കറന്റ്ലി നടക്കുന്നത് എന്താണ് അതിനെ അനലൈസ് ചെയ്യുക. അവിടെ നിന്ന് ഒരു 1% ഗ്രോത്തിലേക്ക് പോവുക. ഇതാണ് സ്റ്റെപ്പ്. അല്ലാതെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കണം, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കണം, IT കമ്പനിയിൽ എന്ത് നടക്കണം എന്ന് പറയുന്ന ഒരു ഫോറിൻ SOP കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ട് എന്താണോ നടക്കുന്നത് അതിനെ ആദ്യം റൈറ്റ് ഡൗൺ ചെയ്യുക. അതിൽ ഒരു 1% ഗ്രോത്ത് കൊണ്ടുവന്ന് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് ആക്ഷൻ പ്ലാൻ.